തന്റെ കണ്ണെന്താടോ നിറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല, ഒരു പൊടി വീണതാ. എവിടെ നോക്കട്ടെ, ഞാൻ ഊതി തരാം. ഇയാൾ ഊതണ്ട, വഷളൻ. അധികം വൈകാതെ സാറിനോട് പറഞ്ഞ തന്റെ ഡ്രൈവർ ജോലി ഞാൻ കളയും. ചിന്നു, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ നിൽക്കുന്ന ജയരാമൻ ബിസിനസ്സിൽ ഇത്രയും വിജയം കൈവരിച്ചത് തമ്പുരാൻ ഒരാൾ കാരണോ? എനിക്ക് ബിസിനസ് തുടങ്ങാനുള്ള പണം തന്ന് സഹായിച്ചത് തമ്പുരാനും തമ്പുരാട്ടിയാ. അവരില്ലെങ്കിൽ ഞാനില്ല. ഈ കഥ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കൊട്ടാരത്തിലെ കഥകൾ പറഞ്ഞു തുടങ്ങിയ ഇന്നൊന്നും തീരില്ല. പിന്നീട് ഒരു ദിവസം സമയമെടുത്ത് പറയാം. അത്രയ്ക്കുണ്ട് കൊട്ടാരത്തിലെ കഥകൾ. എടോ, ഇയാളിത് ഏത് ലോകത്താ? അതെ നരേന്ദ്രേട്ടാ, ഞാൻ ആരാണെന്ന് മനസ്സിലായാൽ ഇന്നത്തോടെ എന്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞടിഞ്ഞു തന്നെ. നരി കടിച്ചാലും പേ വരും. അത് രമാദേവി മനസ്സിലാക്കിയിട്ടില്ല. അതൊക്കെ പോട്ടെ, ആ ഡിറ്റക്റ്റീവ് ചത്തോ? ചത്തില്ല, പക്ഷേ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന അവസ്ഥയല്ലേ. അധിക നേരം എന്തായാലും ഉണ്ടാവില്ല. കൃത്രിമ ജീവശ്വാസം എടുത്ത് ഇപ്പൊ ആള് വെന്റിലേറ്ററില്ല. കാലനുമായി അവിടെ വടംവലി മത്സരം നടക്കുക. എന്താ സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ആക്സിഡന്റ് ആണെന്നാണ് ഹോസ്പിറ്റൽ രേഖകളില്. മെഡിക്കൽ പരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യവും എഴുതി ചേർന്നിട്ടുണ്ടാവും. അതിന് അവള് മയക്കുമരുന്ന്? പാവം. ചത്താലും ജീവിച്ചാലും കേസ് വരക്കാതിരിക്കാൻ നരിയുടെ വക ഒരു ഐറ്റം. സമ്മതിച്ചു, ഇത് കുതന്ത്രത്തിന്റെ സ്കൂളല്ല, യൂണിവേഴ്സിറ്റിയാ. വന്നിക്കാതെ വയ്യ. എവിടെ എന്നെ കുറിച്ച് അവള് കണ്ടെത്തിയ രേഖകളും പെൻഡ്രൈവും ഒക്കെ? അതൊക്കെ എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അതിങ്ങ് തന്നേക്ക് നരേന്ദ്രേട്ടാ. ഇതാണ് അവളുടെ മൊബൈൽ. ലക്ഷ്മിയെ കുറിച്ച് ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കണ്ടെത്തിയ രേഖകളെല്ലാം വളരെ ഭദ്രമായിട്ട് എന്റെ കയ്യിലുണ്ടാവും. ഈ നരി കണ്ണുവെച്ച മണിമാല നീ എന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അന്ന് ഈ രേഖകളെല്ലാം ഞാൻ നിനക്ക് തരാം. നരിയേട്ടാ, നിനക്കറിയാവല്ലോ, നരിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. എന്താ കുഞ്ഞോളെ, മനസ്സ് കടല് പോലെ ഇളകി മറിയുകയാണല്ലേ? അത്ര പെട്ടെന്ന് ശാന്തമാകുന്ന കോളല്ല ഇത്. ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപകടം കാണിക്കുന്ന സൂചനകളായത്. വല്ലാത്തൊരു കടൽച്ചൂരും ചൂടും. വലിയ അപകടം പിടിച്ച കളിയിലേക്ക് അടിയാൻ പോകുന്നേ. പണ്ട് ബിസിനസ് തുടങ്ങാൻ സഹായിച്ചു എന്ന് കാരണം പറഞ്ഞ് ഇപ്പൊ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെ ഫോട്ടോയും വെച്ച് ആണ്ടുബലിയും കർമ്മങ്ങളും നടത്താമെന്ന് വെച്ചാലേ അത് ബോധപൂർവം കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്താനല്ലേ എന്നൊരു തോന്നൽ. ആണ്ടുബലി കർമ്മങ്ങളോ? അത് ആര് പറഞ്ഞു ഭദ്രേട്ടനോട്? അതാരും പറഞ്ഞൊന്നുമല്ല. കുറെ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മരിച്ചവരുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷമാണെന്ന് പറയുന്ന ഈ കാലത്ത് തീ കത്തി ചുട്ടരിച്ച രണ്ട് പ്രേതാത്മാക്കളുടെ ഫോട്ടോ വേണ്ടിയിരുന്നില്ല.
കുഞ്ഞോളെ, ഇന്ന് ഫോട്ടോ വച്ചാൽ നാളെ അത് ആണ്ടുബലി നടത്താനെന്ന് മനസ്സിലാക്കാൻ മഷിയിട്ടോ കബഡി നടത്തിയോ നോക്കണ്ട. സാമാന്യം കുബുത്തി മാത്രം മതി. അതൊക്കെ ഈ ഭദ്രേട്ടന് ധാരാളം ഉണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്കും അത് ഉണ്ടാകണമെന്നാണ് എന്റെ വിശ്വാസം. കൊട്ടാരത്തിന് ഇന്ന് വേറെ ആരും അവകാശികളില്ലല്ലോ ഭദ്രേട്ട. കോടിക്കണക്കിന് ആസ്തി സർക്കാരിന് വിട്ടുകൊടുക്കണോ? അത് പോയിന്റ്. പക്ഷേ കൊട്ടാരത്തിൽ ഒരു ഇളയ തമ്പുരാട്ടി ഉണ്ടായിരുന്നല്ലോ, പണ്ടെങ്ങോ നാട് വിട്ടുപോയ ഒരു തമ്പുരാട്ടി കൊച്ചേ. അത് ചത്ത് മണ്ണടിഞ്ഞ് കാണും. ഇല്ലെങ്കിൽ തമ്പുരാനും തമ്പുരാട്ടിയും കത്തിക്കരിഞ്ഞ വാർത്ത കേട്ട് ചടങ്ങുകൾക്കെങ്കിലും വരുമായിരുന്നല്ലോ. ചിലപ്പോ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മരണവാർത്ത അറിഞ്ഞിട്ടുണ്ടാവില്ലെങ്കിലോ? എന്താ കുഞ്ഞോടി പറയുന്നേ? പത്രങ്ങളിലായ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഈ വാർത്ത രണ്ടാം വാരം ഓടിയതാ. ലോകമായ ലോകങ്ങളിലെല്ലാം എത്തിയിട്ടുണ്ടാവും. ഏതെങ്കിലും മൂലയിൽ നാട് വിട്ട് ഓടിപ്പോയ തമ്പുരാട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ വാർത്ത അറിഞ്ഞ് ഇതിനകം ഇവിടെ എത്തുകയും ചെയ്തേനെ. അതെ ഭദ്രേട്ട, കൊട്ടാരത്തിന്റെ ഓർമ്മകളിൽ ഇനി ഒന്നും ശേഷിക്കരുത്. എന്ന് വെച്ചാ ശിവദാസൻ മരണപ്പെടണം. കുഞ്ഞോടെ അതിന് ശിവദാസൻ ജയിലിലല്ലേ? അതിനെന്താ, അതാണ് നമുക്ക് സേഫ്. ജയിലിനുള്ളിൽ വെച്ച് തന്നെ ശിവദാസൻ കൊല്ലപ്പെടണം. അത് കൊള്ളാം. അങ്ങനെ വന്നാൽ പിന്നെ ഒരിക്കലും നമ്മളെ സംശയിക്കില്ലല്ലോ. ജയിൽ പുള്ളികളുടെ ഏറ്റുമുട്ടൽ, ജയിൽ അധികൃതരുടെ അനാസ്ഥ, അവിടെ തീരും അന്വേഷണവും കുറ്റപത്രവും ഒക്കെ.